നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ നിർത്തിയിട്ട ബസ്സിന് പിന്നിൽ മറ്റൊരു ബസ് ഇടിച്ച് അപകടം. 2 സ്ത്രീകൾ ബസ്സിനടിയിൽപ്പെട്ടു. തലശ്ശേരിയിൽ ടെക്സ്റ്റൈൽ വ്യാപാരിക്ക് ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് തലശ്ശേരി OB റോഡിലെ ഫൈറ്റർ റെഡിമെയ്ഡ് ഷോപ്പ് ഉടമയ്ക്ക്. ആസന്നമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJP പരാജയ ഭീതിയിലാണെന്നും സഖ്യകക്ഷികൾ ഓരോന്നായി മുന്നണി ബന്ധം ഉപേക്ഷിക്കുകയാണെന്നും രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വർഗീയ കക്ഷികളിൽ നിന്നും രാജ്യം മോചിതമാകുമെന്നും വർഗീസ് ജോർജ്. കേബിൾ TV ഓപ്പറേറ്റർമാരെ ദ്രോഹിച്ചുകൊണ്ട് ജിയോ പോലുള്ള വൻകിട കമ്പനികളെ സഹായിക്കാനുള്ള നീക്കമാണ് KSEBിയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K വിജയകൃഷ്ണൻ. ഈ സമീപനം തുടരുകയാണെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും K വിജയകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ നിർത്തിയിട്ട ബസ്സിന് പിന്നിൽ മറ്റൊരു ബസ് ഇടിച്ച് അപകടം. നിരവധി യാത്രക്കാർക്ക് പരിക്ക്. 2 സ്ത്രീകൾ ബസ്സിനടിയിൽപ്പെട്ടു. TCB റോഡിൽ ചാണോക്കുണ്ട് ടൗണിന് സമീപം കരുണാപുരം സെന്റ് ജൂഡ്സ് പള്ളിക്ക് മുന്നിൽ വ്യാഴാഴ്ച രാവിലെ 9:45 അപകടം. നിർത്തിയിട്ട ബസ്സിന് പിന്നിൽ മറ്റൊരു ബസ് ഇടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. 2 സ്ത്രീകൾ ബസ്സിനടിയിൽപ്പെട്ടു. TCB റോഡിൽ ചാണോക്കുണ്ട് ടൗണിന് സമീപം കരുണാപുരം സെന്റ് ജൂഡ്സ് പള്ളിക്ക് സമീപം രാവിലെ 9:45 അപകടം. തളിപ്പറമ്പിൽ നിന്ന് പരപ്പയിലേക്ക് പോയ സിനാൻ ബസിന്റെ പിന്നിൽ ഇരിട്ടിയിൽ നിന്ന് ചെറുപുഴയിലേക്ക് പോയ തെക്കേടത്ത് ഏഞ്ചൽ ബസ് ഇടിക്കുകയായിരുന്നു. സിനാൻ ബസ് പള്ളിക്ക് മുന്നിൽ നിർത്തിയിട്ട് യാത്രക്കാരെ കയറ്റുന്നതിനിടെയാണ് തെക്കേടത്ത് ഏഞ്ചൽ ബസ് പിന്നിൽ ഇടിച്ചത്. ഓവർടേക്ക് ചെയ്യുന്നതിനിടെ എതിരെ വന്ന ടിപ്പർ ലോറിയിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിക്കുന്നതിനിടയിലാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ മുന്നോട്ട് നീങ്ങിയ സിനാൻ ബസ് റോഡ് മുറിച്ചു കടന്ന 2 സ്ത്രീകളുടെ ദേഹത്തുകൂടി കയറിയിറങ്ങി. കരുവഞ്ചാൽ സ്വദേശിനി മോളി ജോസിനും മറ്റൊരു സ്ത്രീക്കുമാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ് ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലശ്ശേരിയിൽ ടെക്സ്റ്റൈൽ വ്യാപാരിക്ക് ക്രൂരമർദ്ദനം. തലശ്ശേരി OB റോഡിലെ ഫൈറ്റർ റെഡിമെയ്ഡ് ഷോപ്പ് ഉടമയ്ക്കാണ് മർദ്ദനമേറ്റത്. സഹോദരനും മകനും അടക്കം 4ഓളം പേർ ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. തലക്കടക്കം സാരമായി പരിക്കേറ്റ പുന്നോൽക്കുറിച്ചിയിലെ സുഹ്റ മൻസിലിൽ KP ഫസലിനെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊട്ടടുത്ത് റെഡിമെയ്ഡ് ഷോപ്പ് നടത്തുന്ന സഹോദരനും അയാളുടെ മകനും സുഹൃത്തും ചേർന്ന് ഇരുമ്പ് സ്റ്റൂൾ അടക്കം ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നാണ് പരാതി. രാവിലെ കട തുറന്ന ഉടനെയാണ് പ്രതികൾ കൂട്ടത്തോടെ വളഞ്ഞിട്ട് മർദ്ദിച്ചതത്രേ. അടിയേറ്റ് താഴെ വീണ ഫസലിനെ പ്രതികൾ നിലത്തിട്ട് ചവിട്ടിയതിനെ തുടർന്ന് ദേഹമാസകലം പരിക്കുണ്ട്. ആസന്നമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJP പരാജയ ഭീതിയിലാണെന്നും സഖ്യകക്ഷികൾ ഓരോന്നായി മുന്നണി ബന്ധം ഉപേക്ഷിക്കുകയാണെന്നും രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞു. വർഗീയ കക്ഷികളിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രാജ്യം മോചിതമാകുമെന്നും ഇന്ത്യ മുന്നണി കരുത്തോടെ ഇതിനായി സജ്ജമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻമന്ത്രി PR കുറുപ്പിന്റെ 23ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി കുന്നോത്തുപറമ്പിൽ നടന്ന വമ്പിച്ച PR അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പരാജയ ഭീതിയിലാണ്. BJPയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളെല്ലാം അവരെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക് ഏറ്റവും അധികം വോട്ടുകൾ സമ്പാദിക്കുന്നതിൽ അവരെ സഹായിച്ച ബീഹാറിലെ JDU, നിതീഷ് കുമാറിന്റെ JDU ഇന്ന് ആ മുന്നണി വിട്ടുപോയിരിക്കുന്നു. BJPയുടെ ഏറ്റവും പഴയ സഖ്യകക്ഷിയായ ശിവസേന അവരെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയായിരുന്ന അകാലിദൾ അവരെ ഉപേക്ഷിച്ചിരിക്കുന്നു. ബീഹാറിന്റെ ഇന്ത്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിരുന്ന TRS, തെലുങ്ക് രാഷ്ട്ര സമിതി അവരെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ BJPക്ക് സഖ്യകക്ഷികളില്ല. ഇപ്പോൾ BJPക്കുള്ള 303 ലോക്സഭയിൽ 303 സീറ്റുകളാണുള്ളത്.
അവരുടെ സഖ്യകക്ഷികൾ നഷ്ടപ്പെട്ടു. ഇനി BJPക്ക് തന്നെ ഭൂരിപക്ഷം സൃഷ്ടിക്കണം. അത് അസാധ്യമാണ്. വർഗീയ കക്ഷികളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രാജ്യം മോചിതമാകുമെന്നും ഇന്ത്യ മുന്നണി കരുത്തോടെ ഇതിനായി സജ്ജമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ മന്ത്രി PR കുറുപ്പിന്റെ 23ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി കുന്നോത്തുപറമ്പിൽ സംഘടിപ്പിച്ച PR അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RJD ജില്ലാ പ്രസിഡന്റ് VK ഗിരിജൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മോഹനൻ MLA, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സലീം മടവൂർ, സബാഹ് പുൽപ്പറ്റ, PK പ്രവീൺ, സംസ്ഥാന സെക്രട്ടറി ഉഷ രേരോത്ത്, മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ, KP ചന്ദ്രൻ മാസ്റ്റർ, രവീന്ദ്രൻ കുന്നോത്ത്, ഹരീഷ് കടവത്തൂർ, KP സായന്ത്, KP പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് AK ഭാസ്കരൻ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മലയൻകീഴ് ചന്ദ്രൻ നായർ, സുനിൽ ഖാൻ എന്നിവർ പങ്കെടുത്തു. N ധനഞ്ജയൻ സ്വാഗതവും P ദിനേശൻ നന്ദിയും പറഞ്ഞു. PRന്റെ 23ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ റാലി കൂത്തുപറമ്പ് മണ്ഡലത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതായി മാറി. PR അന്ത്യവിശ്രമം കൊള്ളുന്ന പുത്തൂരിലെ മണ്ണിൽ നിന്നാണ് റാലി ആരംഭിച്ചത്. കുന്നോത്തുപറമ്പിൽ സമാപിച്ചു. മുത്തുകുടയേന്തിയ സ്ത്രീകൾ, ബലൂണുകളേന്തിയ കുട്ടികൾ, ബാൻഡ് മേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് റാലി നീങ്ങിയത്. നേതാക്കളായ CKB തിലകൻ, TP അനന്തൻ, കരുവാങ്ങണ്ടി ബാലൻ, TP അബൂബക്കർ ഹാജി, K കുമാരൻ, സജീന്ദ്രൻ പാലത്തായി, KP ചന്ദ്രൻ, VP മോഹനൻ, KP റിനിൽ, VP യദുകൃഷ്ണ, MK രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. വിപ്ലവകാരിയെ മരിക്കില്ല PR-ഓർമ്മകൾ. മീത്തലി ചമ്പാട് പുലിയെ കണ്ടതായുള്ള സന്ദേശം പരന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. ചമ്പാട് താരാപ്പള്ളി ജംഗ്ഷനിലാണ് പുലിയെ കണ്ടെന്ന പ്രചരണമുണ്ടായത്. പുലിയോട് സാമ്യമുള്ള ജീവിയുടെ ദൃശ്യം CCTVകളിലും പതിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും വലിയ കാട്ടുപൂച്ചയാകാം ഇതെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. ചെമ്പാട് താരാപ്പള്ളിയോട് ചേർന്ന അസർ നിവാസിൽ ബഷീർ രാത്രിയിൽ പുലിയെ കണ്ടതായി പറഞ്ഞതിനെ തുടർന്ന് സമീപവാസികളടക്കം തിരച്ചിൽ നടത്തുകയായിരുന്നു. പ്രദേശത്തെ CCTVകളിൽ പുലിയോട് സാദൃശ്യമുള്ള വലിയ ജീവിയെ കാണുകയും ചെയ്തു. ഇതിനിടെ സമീപവാസിയായ ജസിയുടെ വീട്ടിൽ വലിയ കാൽപ്പാട് കണ്ടതായ വിവരവുമെത്തി. ഇതുകൂടിയായതോടെ നാട്ടുകാർ ഭീതിയിലായി. താരാ ജംഗ്ഷനിൽ ഇന്ന് രാത്രി 11 മണിയോടടുപ്പിച്ച് പുലിയെന്ന് സംശയിക്കുന്ന ഒരു മൃഗത്തെ കണ്ടതായി പള്ളിയുടെ മുൻവശത്തുള്ള വീട്ടുടമസ്ഥൻ ബഷീർക്ക നേരിട്ട് കണ്ടതായി പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ജാഗ്രതാ നിർദ്ദേശം എല്ലാ വീട്ടുകാർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമായി മറ്റാരും കാണാത്തതുകൊണ്ട് പുലിയാണോ അല്ല കാട്ടുപൂച്ചയാണോ എന്ന് വ്യക്തമായിട്ടില്ല. ഏതായാലും ജാഗ്രത പുലർത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം എല്ലാ ആൾക്കും കൊടുത്തിട്ടുണ്ട്. ഇനി കാൽപ്പാടുകളും മറ്റും പരിശോധിച്ച് പുലിയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങൾ വനം വകുപ്പിന് കൈമാറി. ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പുലിയോട് സാദൃശ്യമുള്ള ലെപ്പേർഡ് ക്യാറ്റ് എന്നറിയപ്പെടുന്ന കാട്ടുപൂച്ചയാവാം ഇതെന്ന നിഗമനത്തിലാണ് വനവകുപ്പ്. എങ്കിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
മുൻമന്ത്രി PR കുറുപ്പിന്റെ 23ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി കുന്നോത്തുപറമ്പിൽ മഹിളാ സംഗമം നടന്നു. RJD ദേശീയ സെക്രട്ടറി അനു ചാക്കോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഗമം RJD ദേശീയ സെക്രട്ടറി അനു ചാക്കോ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രിക പതിയന്റെവിട അധ്യക്ഷനായി. മഹിളാ ജനത സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ മുഖ്യപ്രഭാഷണം നടത്തി. RJD സംസ്ഥാന സെക്രട്ടറി ഉഷ രേരോത്ത്, ചീളിൽ ശോഭ എന്നിവർ സംസാരിച്ചു. P ഷൈറീന സ്വാഗതവും K പ്രസീത നന്ദിയും പറഞ്ഞു. KSEBയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കേബിൾ TV ഓപ്പറേറ്റർമാരെ ദ്രോഹിച്ചുകൊണ്ട് ജിയോ പോലുള്ള വൻകിട കമ്പനികളെ സഹായിക്കാനുള്ള നീക്കമാണ് ഉണ്ടാകുന്നതെന്ന് COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K വിജയകൃഷ്ണൻ. ഇത്തരം സമീപനം തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖലാ സമ്മേളനം മാഹി തീർത്ഥ ഇന്റർനാഷണലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K വിജയകൃഷ്ണൻ. COA Zindabad, COA Zindabad, COA Zindabad, Megala Samela Zindabad, Megala Samela Zindabad, Megala Samela Zindabad, Megala Samela Zindabad, January 18 Zindabad, January 18 Zindabad, January 18 Zindabad, January 18 Zindabad, COA Zindabad, COA Zindabad, Jerugada Cable Megalaye, Jerugada Cable Megalaye, Jerugada Cable Megalaye, Jerugada Cable Megalaye, Jerugada Makiya Prasthanam, ജനകീയമാക്കിയ പ്രസ്ഥാനം COA സിന്ദാബാദ്, COA സിന്ദാബാദ്, മേഖലാ സമ്മേളനം സിന്ദാബാദ്, മേഖലാ സമ്മേളനം സിന്ദാബാദ്, ജനുവരി 18 സിന്ദാബാദ്. ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് ഒരു ഘട്ടത്ത് ലാഭേച്ഛ നോക്കാതെ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ സൗജന്യമായി ഇന്റർനെറ്റ് എത്തിച്ച് മാതൃക തീർത്തവരാണ് കേബിൾ TV ഓപ്പറേറ്റർമാർ. എന്നാൽ മൾട്ടി സർവീസ് പ്രൊവൈഡർമാരായ കേബിൾ TV ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന നടപടിയാണ് KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ജിയോ പോലുള്ള കുത്തക കമ്പനികളെ സഹായിക്കുന്ന നടപടിയാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇന്റർനെറ്റ് സർവീസിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന നാടാണെങ്കിൽ ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച നാടാണ്. ഇന്ന് ഈ ഗവൺമെന്റ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇതിന് ഇത്രയും കാര്യത്തിൽ എന്താണ് ഈ കേബിൾ ഓപ്പറേറ്ററുടെ സേവനം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കേബിൾ ഓപ്പറേറ്ററാണെങ്കിൽ സേവനം അവിടെ ഉണ്ട്. നമുക്ക് മാത്രം പരിസംഖ്യ മാത്രമല്ല, നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും കേരള വിഷന്റെ കൂടി ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ്, കൊടുക്കുന്ന ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ വീട്ടിലെ ആളുകൾക്ക് ഈ സർവീസ് നൽകാൻ കഴിയുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇന്റർനെറ്റ് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് റൈറ്റ് ഓഫ് വേ 100 രൂപയാക്കി നിജപ്പെടുത്തണമെന്നുള്ള തീരുമാനമെടുത്തു. അത് വിവേചനാധികാരമുണ്ട് കേരള ഗവൺമെന്റ്. ഈ കാര്യം നമ്മൾ ഗവൺമെന്റിന് മുന്നിൽ ശ്രദ്ധയപ്പെടുത്തിയെങ്കിലും KSE ബോർഡ് ഇന്ന് ഇത് എതിർക്കൊണ്ടിരിക്കും. കാരണം ഇതിൽ KSE ബോർഡ് ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ആണ് 100% അതിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണെങ്കിൽ ലോകത്തുള്ള ഏറ്റവും വലിയ വെള്ളാനങ്ങളുള്ള ഒരു സാധനം. അപ്പൊ അതിലേക്ക് തലതിരിഞ്ഞ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും എങ്ങനെ ഇതിന് പാര വെക്കാമെന്നുള്ള രീതിയിലാണ്. ഇപ്പൊ അവസാനമായിട്ട് ഒരു പുതിയ തൊട്ടുവരം ഇറക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾ മുമ്പ് ഒരു കമ്പനിക്കായിരുന്നു കേബിള്. അപ്പൊ അവിടെ 3-4 നമുക്കറിയാം, നിങ്ങൾ ഇത് നമുക്ക് ട്രങ്ക് കേബിളും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കേബിളും വീട്ടിലേക്ക് കൊടുക്കുന്ന കേബിൾ 2-3 കേബിളുകൾ അത് അനലോഗ് സിഗ്നലിൽ കൊടുക്കുമ്പോഴായാലും ഈ രീതിയിൽ കോയാക്സിലാണെങ്കിലും ഫൈബറിലാണ് നമുക്ക് വലിച്ചേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ റിലയൻസ് ജിയോ ഒക്കെ അവരൊക്കെ 96 അതിന് മുകളിലുള്ള ഫൈബർ വട്ട് ഫൈബർ, ആ ഫൈബറിന്റെ ഉള്ളിൽ അത്രയും ഫൈബറുകളുണ്ട്. അത് എന്നിട്ട് അവരതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സ്വഭാവത്തിന് വേണ്ടിയിട്ട് എൻക്ലോസറുകൾ ആ രീതിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവർ കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ കൊടുക്കാൻ ഈ പ്രാദേശിക അവർക്ക് ഒറ്റയടിക്ക് കഴിയണ്ടേ. ഇത് ആദ്യം സിഗ്നൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 2 ഫൈബറായി വരുന്നത്, ചിലപ്പോൾ 6 ഫൈബറായി ഭരിച്ചിട്ടുണ്ടാവുക. ഇപ്പോഴാണല്ലോ നമ്മൾ ഈ 24 ഒക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ രീതിയിൽ മാറണമെങ്കിൽ നമുക്ക് സമയം വേണം. ഇതൊക്കെ നമ്മൾ ഇവന്മാരെ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷെ ഇത് കഴിഞ്ഞാൽ എന്താണ് അവര് എങ്ങനെ ഇതിൽ കൂടുതൽ തരണം, ഇതെങ്ങനെ പണം ഉണ്ടാക്കാറുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിലൊരു ആ സർക്കുലറൊക്കെ നടപ്പിലായിട്ട് നമുക്ക് കേബിൾ TV പോസ്റ്റ്പോൺ വെച്ച് നടപ്പിലാക്കാൻ പറ്റും. അപ്പൊ അവിടെ ഇവർ നടപ്പിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുണ്ടാണ്ടിരിക്കാൻ പറ്റും, ഒരിക്കലും മുണ്ടാതിരിക്കാൻ പറ്റില്ല. KSEB ബോർഡിൽ വെള്ളാനകൾ മേയുകയാണെന്നും കേബിൾ TV ഓപ്പറേറ്റർമാരെയും മേഖലയെയും ദ്രോഹിക്കുന്ന നടപടി തുടർന്നാൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും K വിജയകൃഷ്ണൻ പറഞ്ഞു. സമ്മേളനത്തിൽ പാനൂർ മേഖല പ്രസിഡന്റ് മനോഹരൻ പാറായി അധ്യക്ഷത വഹിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷജിത് കുമാർ അനുശോചന പ്രമേയവും മേഖലാ സെക്രട്ടറി സന്തോഷ് കുമാർ മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ K ഷാജി സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ എക്സിക്യൂട്ടീവ് അംഗം തിലകരാജ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും COA കണ്ണൂർ ജില്ലാ സെക്രട്ടറി MR രജീഷ് ജില്ലാ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. കേരള വിഷൻ MD പ്രിജേഷ് അച്ചാണ്ടി,
കണ്ണൂർ വിഷൻ MD KK പ്രദീപൻ, COA ജില്ലാ പ്രസിഡന്റ് V ജയകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനിൽ മംഗലത്ത്, K സജീവ് കുമാർ, C സുരേന്ദ്രൻ, NK ദിനേശൻ, P ശശികുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PK ദേവാനന്ദ്, സണ്ണി സെബാസ്റ്റ്യൻ, PDIC MD KO പ്രശാന്ത്, KTS MD VV വിനയകുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി VV മനോജ് കുമാർ, ബ്രോഡ്ബാൻഡ് ജില്ലാ ഇൻചാർജ് ബൈജു, PDIC ബോർഡ് അംഗം MK ഹരികൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം EN പ്രദീപൻ, ജ്യോതിപ്രകാശ്, മാഹി മേഖലാ സെക്രട്ടറി KM രഞ്ജിത്ത്, മയ്യഴി ചാനൽ MD സനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഗഡ്കയിൽ മാറ്റുരയ്ക്കാൻ കൂത്തുപറമ്പ് സ്വദേശിനികളായ 2 വിദ്യാർത്ഥിനികൾ. തൃക്കണ്ണാപുരത്തെ SP ദേവപ്രിയയും നരമ്പൂരിലെ K തൃഷ്ണയുമാണ് ടീം ഫാരി സോട്ടി വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. ഇവർക്കൊപ്പം ആലപ്പുഴ സ്വദേശിയായ R ലക്ഷ്മിയും ഈ വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ആസാമിൽ നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് ഇവർ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലേക്ക് യോഗ്യത നേടിയത്. ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഇവർ പറഞ്ഞു. ചെന്നൈയിൽ വെച്ച് നടക്കുന്ന ഖേലോ ഇന്ത്യ ഗഡ്ക വിഭാഗത്തിലാണ് നമുക്ക് സെലക്ഷൻ കിട്ടിയത്. ആസാമിൽ വെച്ച് നടന്ന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ടാണ് ഖേലോ ഇന്ത്യയിലേക്ക് നമുക്ക് കളിക്കാൻ കഴിഞ്ഞത്. നമ്മളപ്പോൾ വൈകിട്ട് വന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്യുക. വളരെയധികം സന്തോഷം തോന്നുന്നു. ഞാൻ 6 കൊല്ലമായി കളരി ഇവിടുന്ന് അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിലാണ് ഞാൻ അഭ്യസിക്കുന്നത്. ഇവൾ 2.5 കൊല്ലമായി ഇവിടുന്ന് അഭ്യസിക്കുന്നത്. പിന്നെ നമ്മൾ ടീം ഫാരിസോട്ടീൻ്റെ ഇതിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ഖേലോ ഇന്ത്യയിൽ. നമ്മൾ 2 പേരും കൂടാതെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്. ആലപ്പുഴയിലാണ് കുട്ടിയുടെ വീട്. നമ്മൾ ഇതിന് പ്രാക്ടീസിന് പോയിട്ടുണ്ടായിരുന്നു മട്ടന്നൂർ. അതുകൂടാതെ കളരിയിൽ വൈകിട്ട് വന്നിട്ട് നമ്മൾ ഗഡ്ക പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവിടെ. വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ഗെയിംസ് ചെന്നൈ ജവഹർലാൽ നെഹ്റു ഔട്ട്ഡോർ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 31 വരെ നീണ്ടു നിൽക്കുന്ന ഗെയിംസിൽ 21, 22 തീയതികളിലാണ് ഇവരുടെ മത്സരം. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദേവപ്രിയ 2.5 വർഷമായും, നിർമ്മലഗിരി റാണി ജയ് ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തൃഷ്ണ 6 വർഷമായും 6ാം മൈൽ ദ്രോണാചാര്യ ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിൽ കളരി പരിശീലിക്കുന്നുണ്ട്. ഇതേ കളരി സംഘത്തിലെ K ദേവപ്രിയയും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നുണ്ട്. താങ്തയിലാണ് ദേവപ്രിയ മത്സരിക്കുക. ഗെയിംസിൽ ഇവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്ന് K രജീഷ് ഗുരുക്കൾ പറഞ്ഞു. ഇപ്പോൾ 8 വർഷമായി ഇവിടെ 6ാം മൈൽ ദ്രോണാചാര്യ കളരി സംഘം എന്ന പേരിൽ ഒരു കളരി സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ കളരിയിൽ നല്ല മാറ്റമൊരുക്കാൻ കുട്ടികൾക്കെല്ലാം സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷം മുതൽ ഗഡ്ക ചാമ്പ്യൻഷിപ്പിലും കൂടി കയറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആസാമിൽ നടന്ന ഗുവാഹട്ടിയിൽ നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഖേലോ ഇന്ത്യ വിഭാഗത്തിലേക്ക് നമുക്ക് ഇവിടുത്തെ 3 കുട്ടികൾക്ക് മത്സരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അവർക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ദേവപ്രിയ SP, ദേവപ്രിയ K, തൃഷ്ണ, അങ്ങനെ 3 പേർ ദ്രോണാചാര്യ കളരി സംഘത്തിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പ്രതീക്ഷയോടെയാണ് അവർ മാറ്റിവെക്കുന്നത്. അപ്പോൾ 21 ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ 21 മുതൽ 31 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 21, 22, 23 ആയിരിക്കും നമ്മളെ പരിപാടി. അപ്പം 19 അവർ പോകുന്നുണ്ട്. അവർ പിന്നെ ഇപ്പം പരിസോട്ടിയിലാണെന്നുള്ളത്. അപ്പം നമ്മളെ കളരിയിൽ നിന്ന് ഇപ്പം പരിസോട്ടി വിഭാഗത്തിൽ 2 ആളാണുള്ളത്. അപ്പോൾ താങ്തയിലും ഒരാളും കൂടിയുണ്ട്. തൃക്കണ്ണാപുരത്തെ KP ഷീജിത്ത് PK പ്രിയ ദമ്പതികളുടെ മകളാണ് SP ദേവപ്രിയ. രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ദേവജിത്ത് സഹോദരനാണ്. നരവൂരിലെ K റിജേഷ്, K രമ്യ ദമ്പതികളുടെ മകളാണ് തൃഷ്ണ. തീർത്ഥ സഹോദരിയാണ്. ഗെയിംസിൽ പങ്കെടുക്കാനായി ഇരുവരും വ്യാഴാഴ്ച ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും. മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്റർ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വിവാഹ വസ്ത്ര വൈവിധ്യങ്ങളുമായി കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ആഘോഷ ദിനങ്ങൾ അവിസ്മരണീയമാക്കുന്നു ഫാമിലിയിലെ അതുല്യ വസ്ത്രശേഖരം. വധുവിന്റെ വിസ്മയമോഹങ്ങൾ പോലെ വിവാഹ വസ്ത്രങ്ങൾക്കും കല്യാണപ്പട്ടുസാരികൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ഫാമിലിയിലേവരുടെയും ഇഷ്ടങ്ങളും സങ്കല്പങ്ങളും നിറവേറാൻ ഫാമിലി മാത്രം മതി. ഇനി എല്ലാ ആഘോഷങ്ങളും തകർപ്പൻ കളറാകും. ഫാമിലി വെഡിംഗ് സെന്റർ, കണ്ണൂർ. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 0490 2338 912. മൊബൈൽ 9846816762. സൂപ്പർ സീസൺ സൂപ്പർ ഡിസ്കൗണ്ട്. ലുലു സാരീസ് ക്രിസ്മസ് ന്യൂ ഇയർ സൂപ്പർ സെയിൽ. വിവാഹ സാരികൾ മുതൽ കുഞ്ഞുടുപ്പുകൾ വരെ മുഴുവൻ വസ്ത്രങ്ങളും വൻവില കിഴിവിൽ 10% മുതൽ 60% വരെ സൂപ്പർ ഡിസ്കൗണ്ടിൽ. ലുലു സാരീസ് സൂപ്പർ സെയിൽ 2023 ഡിസംബർ 6 മുതൽ 2024 ജനുവരി 6 വരെ ലുലു സാരീസിന്റെ കണ്ണൂർ, തലശ്ശേരി ഷോറൂമുകളിൽ മാത്രം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497 360 333. ശരി, പറയും എന്തെങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ. വാർത്തകളിലേക്ക്. യുവകലാസാഹിതിയുടെ നേതൃത്വത്തിൽ ഓച്ചാനിക്കുകയല്ല ഒച്ചവെക്കുകയാണ് ഇന്ത്യ എന്ന ശീർഷകത്തിൽ തലശ്ശേരിയിൽ സംസ്ഥാനതല കവിതാ ശില്പശാല സംഘടിപ്പിക്കുന്നു. ശനി, ഞായർ ദിവസങ്ങളിൽ തലശ്ശേരി ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ നടത്തുന്ന ശില്പശാലയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 60 പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ വെച്ച് നടക്കുന്ന കവിതാ ശില്പശാല ഇതുപോലെ 14 ജില്ലകൾക്കകത്തും വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ വെച്ചുകൊണ്ടുള്ള പരിപാടികൾ യുവകലാസാഹിതി സംഘടിപ്പിക്കുന്നുണ്ട്. 2 ആഴ്ച മുമ്പ് കോഴിക്കോട് ജില്ലയിൽ സംഗീത പാഠശാല അവിടെ നടക്കുകയുണ്ടായി. അപ്പൊ കലാസാംസ്കാരിക മേഖലയിലെ വ്യത്യസ്ത വിഷയങ്ങൾ വെച്ച് 14 ജില്ലകൾക്കകത്ത് വ്യത്യസ്ത ക്യാമ്പുകളായിട്ടുള്ള 14 ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ് യുവകലാസാഹിതി. അതിലൊരു ക്യാമ്പാണ് കണ്ണൂർ ജില്ലക്കകത്ത് ഈ ജനുവരി മാസം 20, 21 തീയതികളിൽ തലശ്ശേരി ഗവൺമെന്റ് റെസ്റ്റ് ഹൗസിൽ വെച്ച് നടക്കുന്ന ഈ കവിതാ പാഠശാല എന്ന് പറയും. കവിതാ പാഠശാലയുടെ ഡയറക്ടർ, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പ്രശസ്ത കവിയായിട്ടുള്ള ശ്രീ മാധവൻ പുറച്ചേരി മാഷാണ്. മാധവൻ പുറച്ചേരിയാണ് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് യുവകലാസാഹിതിയുടെ കൂടെ നിൽക്കുന്നത്.
സംഘാടക സമിതിയുടെ നിബന്ധനകൾ പ്രകാരം 144 അപേക്ഷകൾ അയച്ച 3 വീതം കവിതകൾ വിലയിരുത്തിയ ശേഷമാണ് ഇവരിൽ നിന്നും കൂടുതൽ അർഹതയുള്ള 60 പേരെ കവിതാ ശില്പശാലയിൽ പങ്കെടുക്കാൻ തിരഞ്ഞെടുത്തത്. ശില്പശാലയുടെ ഉദ്ഘാടനം 20 രാവിലെ 9:30 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഡോക്ടർ ഇ.വി. രാമകൃഷ്ണൻ നിർവഹിക്കും. പി.കെ. ഗോപി, ആലങ്കോട് ലീലാകൃഷ്ണൻ, സോമൻ കടലൂർ തുടങ്ങി പ്രശസ്തരായ എഴുത്തുകാർ പങ്കെടുക്കും. ഇന്ത്യൻ കവിതയുടെ ഭൂപടം, കവിതയും രാഷ്ട്രീയവും, കവിതയുടെ ഫോക്ലോർ, കവിതയും ജനാധിപത്യവും, പച്ചയുടെ നിറഭേദങ്ങൾ, കവിതയിൽ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും കവി സമ്മേളനങ്ങളും ഗ്രൂപ്പ് ചർച്ചകളും ശില്പശാലയിൽ നടത്തും. മാധവൻ പുറച്ചേരിയാണ് ഡയറക്ടർ. കേരളത്തിന്റെ 14 ജില്ലകളിലും യുവ കലാസാഹിതി വ്യത്യസ്ത വിഷയങ്ങളിൽ ശില്പശാലകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജിതേഷ് കണ്ണപുരം, മാധവൻ പുറച്ചേരി, സി ഗിരീശൻ, പൊന്നം കൃഷ്ണൻ, സി എൻ ഗംഗാധരൻ എന്നിവർ പങ്കെടുത്തു. എഴുത്തുകാർ ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രാഥമിക ദൗത്യമാണ്. എനിക്ക് തോന്നുന്നു എഴുത്തുകാരന്റെ ഏറ്റവും വലിയ ദൗത്യമാണ്. അധികാരത്തിന്റെ തിന്മക്കെതിരെ സർഗാത്മകത എല്ലായ്പ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അത്തരം ഒരു ആശയമാണ് ഈ പൊതുവെ ഇന്നത്തെ ഒരു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയിലെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു പ്രദേശം മാത്രമല്ല, എല്ലാ പ്രദേശങ്ങളിലും കണ്ടുവരുന്ന ഈ അധികാരത്തോട് അതിന് വളരെ സ്തുതിപാഠകരായി എഴുത്തുകാർ നിൽക്കേണ്ട ആവശ്യമില്ല. അധികാരത്തിന്റെ തിന്മയ്ക്കെതിരെ സംസാരിക്കുകയാണ്. പ്രത്യേകിച്ച് ലോകത്തെമ്പാടും കവിതയുടെ ധർമ്മം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1991 മുതൽ സർവീസിൽ പ്രവേശിച്ച 7 അധ്യാപകർ തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പടിയിറങ്ങി. സ്കൂളിൽ ഒരുക്കിയ യാത്രയയപ്പ് സമ്മേളനം കെ പി മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. നവതി ആഘോഷിക്കുന്ന തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ അധ്യയന വർഷം വിരമിക്കുന്ന 7 അധ്യാപകർക്ക് സ്റ്റാഫ് കൗൺസിലിന്റെയും PTA-യുടെയും സംയുക്താഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം കെ പി മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. നല്ല യാത്രയപ്പാണ്, കലാപരിപാടികളും ഒക്കെ തന്നെ വെച്ചുകൊണ്ടുള്ള യാത്രയാണ്. അപ്പോൾ അതിൻ്റെ മനസ്സ് സന്തോഷിക്കട്ടെ എന്ന രൂപത്തിലാണ് ആ യാത്രയപ്പ്. എന്നാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം അത് വലിയൊരു മാറ്റമാണ്. സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട്, PTA മുൻകൈ എടുത്തുകൊണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ രക്ഷിതാക്കൾ മറ്റുള്ളവർ മുൻകൈ എടുത്തുകൊണ്ട്, നാട്ടുകാർ മുൻകൈ എടുത്തുകൊണ്ട്, പ്രവാസികളായ സുഹൃത്തുക്കൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുൻകൈ എടുത്തുകൊണ്ട് കെട്ടും മറ്റുമൊക്കെ തന്നെ മാറി. നമ്മളൊക്കെ തന്നെ പണ്ട് പഠിക്കുന്ന കാലത്ത് നിലത്തെറ്റിട്ടാണ് ആദ്യമായി ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചത്. പിന്നീട് അങ്ങോട്ട് ബെഞ്ചും ഡെസ്കും എന്ന് പറയുന്നത് വളരെയധികം കംഫർട്ടബിളാണോ എന്ന് ചോദിച്ചാൽ കംഫർട്ടബിളാണെന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള വിദ്യാലയത്തിൽ പഠിച്ച് ഇപ്പോഴൊക്കെ തന്നെ മാറി. നല്ല ഡെസ്കും ബെഞ്ചും അതുപോലെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ തന്നെ ആയിട്ടുള്ള വിദ്യാലയം അതൊരു വിഷനായിട്ട് മാറി. കാരണം ഞാൻ 2008 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നിയമസഭയെ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു ജോലി സമഗ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥി സൗഹൃദമായിരിക്കണം വിദ്യാഭ്യാസം. 1991 മുതൽ ജോലിയിൽ പ്രവേശിച്ചവരാണ് നിസ്വാർത്ഥ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ചത്. പ്രധാനാധ്യാപിക KTP ആയിഷ തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഥമ വനിതാ പ്രധാനാധ്യാപികയെന്ന ചരിത്ര നേട്ടത്തിനും ഉടമയായാണ് സ്കൂളിൽ നിന്നും പടിയിറങ്ങിയത്. മുബാറക്കിലെ അധ്യാപകരായ വി ഹസീന, പി മുസ്തഫ, പി അയമു, പി ഇസ്മയിൽ, കെ അഷ്റഫ് എന്നിവരാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. ഇവർക്കുള്ള ഉപഹാരങ്ങളും MLA കൈമാറി. മെയ് മാസം മുതൽ പ്രധാന ഓപ്പറേറ്റ് ടീമുകൾക്ക് മൈലാഞ്ചി അണിയിച്ച യുവപ്രതിജ്ഞരായ വി ഹസീന ടീച്ചർ, മുബാറക് 1995 മുതൽ മുബാറക് അധ്യാപകൻ ശ്രീ PI മാസ്റ്റർ അധ്യാപക സർവീസ് സംഘടനകൾക്ക് മികച്ച പ്രവർത്തന കാഴ്ചവെച്ചുകൊണ്ടിരുന്ന സർവീസ് രംഗത്ത് സജീവ സാന്നിധ്യം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും ചേർത്ത് നിർത്തിയ പ്രിയപ്പെട്ട അധ്യാപകൻ, ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട M. മുഹമ്മദ് അഷ്റഫ് മാസ്റ്റർ, സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ K. അഷ്റഫ് മാസ്റ്റർ,
PTA പ്രസിഡന്റ് TVA ബഷീർ അധ്യക്ഷത വഹിച്ചു. മാപ്പിളപ്പാട്ട് നിരൂപകൻ ഫൈസൽ എളേറ്റിൽ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ TM മുഹമ്മദ് സാജിദ്, മാനേജർ C ഹാരിസ് ഹാജി, MP മജീദ്, PTA വൈസ് പ്രസിഡന്റ് KP മുഹമ്മദ് നിസാർ, നിയാസ് അബൂട്ടി, തഫ്ലീം മാണിയാട്ട്, സ്റ്റാഫ് സെക്രട്ടറി PM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക KTP ആയിഷ, അധ്യാപകരായ V ഹസീന, PP മുസ്തഫ, P അയമു, P ഇസ്മായിൽ, M മുഹമ്മദ് അഷ്റഫ്, K അഷ്റഫ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. മാപ്പിളപ്പാട്ട്, ഒപ്പന, കോൽക്കളി, പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനവിരുന്ന്, വിവിധ കലാപരിപാടികൾ എന്നിവയും അവതരിപ്പിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ആൽവാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ്, ബസ് സ്റ്റാൻഡിന് സമീപം, പൂക്കോം റോഡ്, പാനൂർ. ആഘോഷങ്ങൾ മധുരമുള്ളതാകട്ടെ. സൗദി അറേബ്യ, ജോർദാൻ, ട്യുണീഷ്യ തുടങ്ങിയ 6 രാജ്യങ്ങളിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്ത ഈന്തപ്പഴങ്ങൾ, ഇമ്പോർട്ടഡ് ആൻഡ് സ്റ്റാർബക്സ് എന്നിവയുടെ വെറൈറ്റി ഫ്ലേവറുകളിലുള്ള ഡ്രിങ്ക്സുകൾ, കൊല്ലം കാഷ്യൂസ്, മായം കലരാത്ത ഗുണമേന്മയുള്ള ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ്, നട്ട്സ്, ഡ്രൈ ബെറീസ് ആൻഡ് ഫ്രൂട്ട്സ് തുടങ്ങിയവയെല്ലാം അത്യാധുനിക സംവിധാനങ്ങളോടെ അതിവിശാലമായ ഷോറൂമിൽ പാനൂരിൽ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, ചോക്ലേറ്റ് ഗിഫ്റ്റ് ബാസ്ക്കറ്റ്സ്. ഇനി ആഘോഷങ്ങൾ മധുരമുള്ളതാക്കാം. ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രത്യേക ചാർജ് ഇല്ലാതെ അലങ്കരിച്ചു നൽകുന്നു. ആൽവാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ്, ബസ് സ്റ്റാൻഡിന് സമീപം, പൂക്കോം റോഡ്, പാനൂർ. ആൽവാൻ, കാസർഗോഡ്, പാനൂർ, മലപ്പുറം, എറണാകുളം, കോട്ടയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. വാർത്തകൾ തുടരുന്നു. ട്രാഫിക് ബോധവൽക്കരണം ഊർജിതമാക്കി തലശ്ശേരി മോട്ടോർ വാഹന വകുപ്പ്. യാത്രക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒട്ടനവധി ബോധവൽക്കരണ പരിപാടികളാണ് RTOയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. തലശ്ശേരി RTO ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് തലശ്ശേരി മേഖലയിലെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സഹകരണത്തോടെ
ട്രാഫിക് ബോധവൽക്കരണ ലഘുലേഖ വിതരണത്തിന് തുടക്കമിട്ടത്. ഇതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം കുണ്ടുചിറ ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പി കെ സജീഷും ഇ ജയറാമും ചേർന്ന് നിർവഹിച്ചു. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ 2024 ജാനുവരി മാസം റോഡ് സുരക്ഷാ വാരാഘോഷം നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി തലശ്ശേരി സബ് ആർട്ടിഫിസിൻ്റെ കീഴിലും റോഡ് സുരക്ഷാ വാരാഘോഷം നടത്തപ്പെടുന്നു. റോഡിൽ കൂടെ ഹെൽമെറ്റ് ധരിക്കാതെ വരുന്നവരെ, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വരുന്നവരെ തടഞ്ഞു നിർത്തി നമ്മളവരെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഇത് ഉപയോഗിക്കാതിരുന്നാലുള്ള ദൂഷ്യഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, ലേണേഴ്സിന് വരുന്ന കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ, എങ്ങനെയാണ് ഒരു വാഹനം റോഡിലൂടെ ഓടിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട്, ഈ റോഡ് സുരക്ഷാ വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപന്തിയിൽ റോഡിൽ ഇറങ്ങി ജനങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിച്ച് പോരുന്നു. ബോധവൽക്കരണ വാഹനങ്ങൾ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്യും. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഒരലങ്കാരമല്ല, ജീവൻ രക്ഷാ കവചമാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും ക്ഷീണാവസ്ഥയിലും മൊബൈൽ ഫോണിൽ സംസാരിച്ചും വാഹനം ഓടിക്കരുത്, അമിതവേഗത അരുത്, റോഡ് നിയമങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്കാണ്, അവഗണിക്കാൻ ഉള്ളതല്ല തുടങ്ങിയ കാര്യങ്ങളാണ് ലഘുലേഖയിൽ ഉള്ളത്. കേക്ക് മുറിച്ചുകൊണ്ടുള്ള ആഘോഷവും ഇതോടൊപ്പം ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. ബോധവൽക്കരണത്തിന് യാത്രക്കാരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് തലശ്ശേരി ജോയിന്റ് RTO ഷാനവാസ് കരീം പറഞ്ഞു. ഇതിനോട് യാത്രക്കാർ വളരെ നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹെൽമറ്റ് ധരിക്കാതെ വന്ന ഒരു ലേഡിയെ തടഞ്ഞു നിർത്തുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ ഭവിഷ്യത്തിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു ഹെൽമറ്റ് ആ ലേഡിക്ക് നമ്മൾ നൽകി. ആശാൻ സ്മരണയിൽ അഗ്നികലാകാർ കേരള മലയാള കലാഗ്രാമത്തിൽ ആശാൻ സ്മാരക പ്രഭാഷണവും ഏകദിന ചിത്രകലാ ക്യാമ്പും സംഘടിപ്പിച്ചു. മലയാള കലാഗ്രാമത്തിൽ 4 നൂറ്റാണ്ട് മുമ്പ് ചിത്രകല പഠിച്ച സതീർത്ഥരുടെ അപൂർവമായ സംഗമം കൂടിയായി ക്യാമ്പ് മാറി. ചടങ്ങിൽ ചെന്നൈയിൽ ആശാന്റെ കൂറ്റൻ ശില്പം നിർമ്മിച്ച ശില്പി മനോജ് കുമാറിനെ ഡോക്ടർ AP ശ്രീധരൻ ഉപഹാരം നൽകി ആദരിച്ചു. ആശാൻ സ്മരണയിൽ അഗ്നികലാകാർ കേരള മലയാള കലാഗ്രാമത്തിൽ സംഘടിപ്പിച്ച സ്മാരക പ്രഭാഷണവും ഏകദിന ചിത്രകലാ ക്യാമ്പും ആശാന്റെ എണ്ണപ്പെട്ട കവിതകളിലെ അവിസ്മരണീയങ്ങളായ മുഹൂർത്തങ്ങളെ അനാവരണം ചെയ്തു. മലയാള കലാഗ്രാമത്തിൽ 4 നൂറ്റാണ്ട് മുൻപ് ചിത്രകല പഠിച്ച സതീർത്ഥരുടെ അപൂർവമായ സംഗമം കൂടിയായി ഈ ക്യാമ്പ് മാറി. പ്രമുഖ ചിത്രകാരൻ പ്രശാന്ത് ഒളവിലം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ പ്രവീൺ ചന്ദ്രൻ മൂടാടി അധ്യക്ഷത വഹിച്ചു. സീറോ ബാബു, അരുൺജിത്ത് പാഴശ്ശി, സി ചിത്ര, നിഷ ഭാസ്കർ, രാജേഷ് കെ എടച്ചേരി, സി ശോഭ, സുരേഷ് കൂത്തുപറമ്പ്, ജി ജഗദീഷ്, പ്രശാന്തൻ മുരിങ്ങേരി, ഷൈജ ചൊക്ലി, ശ്രീകുമാർ മാവൂർ, TV സജേഷ്, പ്രസാദ് ചിത്രകൂടം, കുഞ്ഞിരാമൻ കൂലേരി, മനോജ് വയന്നൂർ എന്നിവർ ആശാൻ കവിതാ സന്ദർഭങ്ങൾക്ക് ചിത്ര ജീവൻ പകർന്നു. സരിമ അതുൽ, ശാരിക ഗോപിനാഥ് എന്നിവർ ആശാൻ കവിതകൾ ആലപിച്ചു. ഏതൊരു ചിത്രകാരന്റെ ആവിഷ്കാരങ്ങളാണ്, ആ ചിത്രകാരന്റെ പേരാണ് ദൈവം എന്നാണ് കുമാരനാശാൻ പറയുക. സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്ത ചാരു കടാക്ഷമാലകൾ
അർക്കരശ്മിയിൽ നീട്ടിയും ആ അദൃശ്യ ചിത്രകാരൻ്റെ നോട്ടങ്ങളാണ്, കടാക്ഷമാലകളാണ് അർക്കരശ്മികൾ, സൂര്യരശ്മികൾ നമ്മിലേക്ക് വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രകാശരശ്മികൾ ആ അദൃശ്യ ചിത്രകാരൻ്റെ ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും അവിടെയെല്ലാം നിറത്തിലുള്ള ഒരു നോട്ടമുണ്ട്, നിറങ്ങളിലേക്ക് നീളുന്ന ഒരു നോട്ടമുണ്ട്. ചന്തമേറിയ എന്ന വിശേഷണം പൂക്കൾക്ക്, ശബളാഭം എന്ന വിശേഷണം പുഷ്പമേ അധിക തുംഗപദത്തിലെത്ത ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കകേനി ശ്രീഭൂവിലസ്ഥിര അസംശയമെന്നു നിന്റെ ആഭൂതിയെന്നു പുനരെങ്ങു കിടപ്പിതോർത്താരാന്തം വിഷമമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അലർവാടിയാരചിച്ചും ലോകാനുഗ്രഹപരയായരും കലേ നിൻ ശ്രീകാത്താരിണ അടിയങ്ങൾ കുമ്പിടുന്നു. നോർത്ത് ഒളിവിലും സായന്തനം കലാവേദി സംസ്ഥാന കലോത്സവ പ്രതിഭകൾക്കുള്ള അനുമോദനവും പുതുവത്സര സംഗമവും നടത്തി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. KM സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം അധ്യാപന പരിചയം ഉണ്ട്. അതേസമയം കുട്ടികളിൽ അന്തർലീനമായ കലാവാസനകളെ പരിപോഷിപ്പിക്കാൻ എന്നാലാവുന്ന സൗകര്യങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കുട്ടികൾ ഇത്തരം പരിപാടികൾ അതിൽ അവർ മത്സരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ധാരാളം ആൾക്കാരുടെ സഹായ സഹകരണം ഉണ്ട് എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം NB സജിത അധ്യക്ഷയായി. ക്ലബ്ബ് പ്രസിഡന്റ് CP രമേശ് ബാബു, M വിനോദ്, KP കരുണൻ, KP ബിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിൽ നിർത്തിയിട്ട ബസിന് പിന്നിൽ മറ്റൊരു ബസ്സിടിച്ച് അപകടം. 2 സ്ത്രീകൾ ബസ്സിനടിയിൽപ്പെട്ടു. തലശ്ശേരിയിൽ ടെക്സ്റ്റൈൽ വ്യാപാരിക്ക് ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് തലശ്ശേരി OB റോഡിലെ ഫൈറ്റർ റെഡിമെയ്ഡ് ഷോപ്പ് ഉടമയ്ക്ക്. ആസന്നമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJP പരാജയ ഭീതിയിലാണെന്നും സഖ്യകക്ഷികൾ ഓരോന്നായി മുന്നണി ബന്ധം ഉപേക്ഷിക്കുകയാണെന്നും രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വർഗീയ കക്ഷികളിൽ നിന്നും രാജ്യം മോചിതമാകുമെന്നും വർഗീസ് ജോർജ്. കേബിൾ TV ഓപ്പറേറ്റർമാരെ ദ്രോഹിച്ചുകൊണ്ട് ജിയോ പോലുള്ള വൻകിട കമ്പനികളെ സഹായിക്കാനുള്ള നീക്കമാണ് KSEBിയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K വിജയകൃഷ്ണൻ. ഈ സമീപനം തുടരുകയാണെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും K വിജയകൃഷ്ണൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.